കർക്കിടകവും ആയുർവേദവും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. ഞാൻ ഡോക്ടർ ഭവാനി, സീനിയർ കൺസൾട്ടന്റ്, ഹരിദ്ര ആയുർവേദിക്സ്, ചുങ്കം, സുൽത്താൻ ബത്തേരി. കേരളത്തിൽ ഇടവപ്പാതിയോടെ ആരംഭിക്കുന്ന വർഷകാലം മിഥുനം കടന്ന് കർക്കിടകത്തിൽ അതിന്റെ പക്വഭാവം ഉൾക്കൊള്ളുന്നു. കടുത്ത വേനൽ കഴിഞ്ഞു വരുന്ന മഴയിൽ അന്തരീക്ഷ, ഭൂമി, നമ്മുടെ ശരീരം ഇവയെല്ലാം തണുക്കുന്നു. ആദ്യമാദ്യം നമ്മുടെ ശരീരോഷ്മാവ് പെട്ടെന്ന് ഉള്ളിലേക്ക് വലിഞ്ഞ് നമുക്ക് കുറച്ചൊക്കെ വിശപ്പ് തോന്നാമെങ്കിലും പിന്നീട് സ്ഥിരമായി നിൽക്കുന്ന തണുപ്പ് ശരീരത്തിലെ രോഗാതുരതയെ വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വാതരോഗങ്ങൾ, ശാരീരിക പ്രവൃത്തികൾ, നമ്മുടെ ചലനം ഇവയൊക്കെ കുറയുന്നു. അതുപോലെ പചന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ തകരാറിലാകുന്നു. ശരീരബലം കുറയുന്നു. രോഗപ്രതിരോധ ശക്തി കുറയുന്നു. പകർച്ചവ്യാധികൾ എളുപ്പത്തിൽ ശരീരത്തെ കീഴ്പ്പെടുത്താൻ ഇടയാക്കുന്നു. ആന്തരിക ബലം അഥവാ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു. അപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആയുർവേദ ശാസ്ത്രത്തിൽ പല ശീലങ്ങളും പാലിക്കാൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഔഷധക്കഞ്ഞി സേവിക്കൽ അഥവാ കർക്കിടക കഞ്ഞി സേവിക്കൽ എന്നത്. ആയുർവേദ ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം കഞ്ഞി വെറുമൊരു ഭക്ഷണം മാത്രമല്ല, യുക്തങ്ങളായ പല മരുന്നുകൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നു കഞ്ഞി പല രോഗാവസ്ഥകളിൽ ഉപയോഗിക്കാറുണ്ട്. ആഹാരം തന്നെ ഭക്ഷണം എന്ന് സാരം. ഇതിന്റെ പ്രാധാന്യം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു. ശാരീരിക മാനസിക ഊർജത്തെ വർദ്ധിപ്പിക്കുന്നു. അഗ്നിബലം, ശരീരബലം എന്നിവ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല രക്തചംക്രമണ വ്യവസ്ഥയെ ശരിയാക്കുന്നു. ആന്തരിക ബലം കൂട്ടുന്നു. വ്യത്യസ്ത തരം ജീവിതശൈലി രോഗങ്ങളുള്ളവർ, ഗർഭിണികൾ എന്നിവർ ഔഷധക്കഞ്ഞി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുടുംബ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാവണം. യുക്തങ്ങളായ മരുന്നുകൾ ചേർത്ത് മാത്രം ഔഷധക്കഞ്ഞി തയ്യാറാക്കേണ്ടതാണ്. വളരെ എളുപ്പത്തിൽ ഒരു ആൾക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞവരയരി 1 പിടി, തവിടുള്ള പൊടിയരി 1 പിടി, 4 ടീസ്പൂൺ ഉലുവ, സൂചി ഗോതമ്പ് 3 ടീസ്പൂൺ, ആശാളി 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ ചെറുപയർ ഇവ നന്നായി കഴുകി കുതിർത്ത ശേഷം ആ വെള്ളത്തിൽ തന്നെ കഞ്ഞി തയ്യാറാക്കുക. 3/4 ഭാഗം വേവാകുമ്പോൾ അതിലേക്ക് ചുക്കുപൊടി 1/2 ടീസ്പൂൺ, 4 അല്ലി വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, അയമോദകം 3 നുള്ള, ജീരകം 1/2 ടീസ്പൂൺ ഇവ ചതച്ച് ചേർക്കുക. ഒന്നുകൂടി വെന്ത് കഞ്ഞി പാകമായി വാങ്ങിയ ശേഷം ഇന്ദുപ്പ്, തേങ്ങാപ്പാൽ ഇവ ചേർത്ത് ഉപയോഗിക്കാം. രാവിലെയോ വൈകുന്നേരമോ ആകാം. നെയ്യ്, ശർക്കര ഇവ ചേർത്ത് സ്വാദിഷ്ടമാക്കുകയും ചെയ്യാം. 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ഇങ്ങനെ സേവിക്കാവുന്നതാണ്. ഇനി ഇതുകൂടാതെ നമ്മുടെ പ്രാദേശികമായി നമ്മുടെ ഇടയിൽ പലതരത്തിലും ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. ദശപുഷ്പങ്ങളുടെ സ്വരസം ചേർത്താക്കാം. ഔഷധ മൂല്യങ്ങൾ ഉള്ള കുറുന്തോട്ടി വേരിന്മേൽ തൊലി, തഴുതാമ, തിപ്പലി, തുളസി, അമുക്കുരം, പനിക്കൂർക്ക, പ്ലാവിലഞ്ഞെട്ട്, ഇടിഞ്ഞിൽ ഇവയൊക്കെ യുക്തിക്കനുസരിച്ച് വൈദ്യനിർദ്ദേശപ്രകാരം രോഗാനുസാരേണ ചേർത്ത് കഞ്ഞി ഉണ്ടാക്കുകയും ആവാം. കുട്ടികൾക്ക് അഷ്ടചൂർണം മാത്രം ചേർത്ത് കഞ്ഞി കൊടുക്കുന്നത് ഉത്തമമാണ്. ഇത് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അധികം തണുത്ത ആഹാരമോ അധികം ചൂടുള്ള ആഹാരമോ നല്ലതല്ല. അമിതമായ തൈരിന്റെ ഉപയോഗം, റെഡ് മീറ്റ്, ബംഗാൾ കടല, നിലക്കടല, അധികം എണ്ണമയമുള്ള ആഹാരം, ഉരുളക്കിഴങ്ങ്, അതുപോലെ മാനസിക ശാരീരികമായുള്ള അത്യധ്വാനങ്ങൾ, പകലുറക്കം ഇവ പാടുള്ളതല്ല. ഔഷധക്കഞ്ഞിയെ കുറിച്ചുള്ള അജ്ഞത നീക്കി കൃത്യമായ ദിനചര്യ, ഋതുചര്യ എന്നിവ ശീലമാക്കുക. ആയുർവേദം അമൃതാനാം ശ്രേഷ്ഠം. നന്ദി, നമസ്കാരം. കർക്കിടകവും ആയുർവേദവും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.